നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/4/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് ഫോർ വിളിച്ചിരിക്കുന്നത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 30/2025. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ഇവിടെ 2 ക്വാളിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾ SSLC പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മഷ്റൂസ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കുകയോ വേണ്ടതാണ്. അതും അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരളയുടേത് പാസ്സായിരിക്കേണ്ടതാണ്. ഈ 2 ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.